ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു JM Journey. ഇന്നലെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് PK ട്രോളിന്റെ. അപ്പൊ തന്നെ 2-3 ആളുകൾ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ പൃഥ്വിരാജിനെ കുറിച്ച് എന്ത് വീഡിയോ വന്നു കഴിഞ്ഞാലും ആളുകൾ സജസ്റ്റ് ചെയ്യും. കാരണം രാജുവേട്ടൻ അമ്മാതിരി ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്ന ആടുജീവിതത്തിന് ശേഷം. സോ ആടുജീവിതത്തിന് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷന്റെ വീഡിയോ അവർ പുറത്തു വിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയം മുതൽ ഇപ്പോ നമ്മൾ കണ്ടു നിൽക്കുന്ന ആടുജീവിതത്തിലെ നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇത്രയും പെർഫെക്റ്റോട് കൂടി ചെയ്തിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനിലേക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അതിന്റെ ഒരു വീഡിയോ ഏകദേശം 6 മിനിറ്റുള്ള വീഡിയോ ആണ്. PK ട്രോളിന്റെ വീഡിയോ ആണ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കാണേണ്ട വീഡിയോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടു നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റൈറ്റ്. 20 വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള കണ്ടതാണ്, താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം. കണ്ടു നോക്കാം. ആഗ്രഹങ്ങളെ പറയാൻ പറ്റുള്ളൂ. എങ്ങനെ അറിയപ്പെടണമെന്നായിരിക്കും താങ്കൾ ആഗ്രഹിക്കുന്നത്? 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോടേ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. വെറുതെ പറയല്ല. ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, അവന്റെ അച്ഛൻ്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്കൊന്നും രക്ഷയില്ല. നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അവനൊന്നും അറിയില്ല താമോ. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കില്ലേ? ഓരോ നടന്മാരുണ്ടല്ലോ, കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ലോ മാഷിന്റെ അബ്ബ്. നമ്മുടെ ആളുകൾക്ക് വല്ലതും പാറ്റുന്ന പാടിയാണോ ഇത്? ചുമ്മാ മസിലും പരിപ്പിച്ചോണ്ട് നടന്നാ പോരാ, അഭിനയം മുഖത്ത് വരണം. എക്സ്പ്രഷൻ. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. അതിൽ വേറെ ലെവലായിട്ടാണ് சொல்லுவாங்க സാർ. ഓ, ബടമിയാൻ ചോട്ടയൊക്കെ വരാൻ പോകുന്നോടെ. ഇപ്പത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാവരും ഒരുപോലെ കൈയടിച്ചത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ എഫേർട്ടാണ്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. എന്താണ് അവിടെ കണ്ടത്? ഒരു കഥ சொல்லிட்டா சார். 3:30 ആയിരുന്നു ഷോട്ട്. ഐ സ്റ്റിൽ ബിലീവ്. രാജു 3 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആണ് പൃഥ്വിരാജ് ഈ ഷോട്ടിന് വേണ്ടി. എനിക്ക് 2-3 ദിവസമായിട്ട് 72 hours എന്തോ. 3 ദിവസമായിട്ട് ഫാസ്റ്റിംഗ്, 72 മണിക്കൂർ പറഞ്ഞല്ലേ. ഫാസ്റ്റിംഗ് മാത്രമല്ല, ഈ തലേദിവസം ഉച്ച മുതൽ വാട്ടർ കട്ടും ഉണ്ട്. ഇന്ന് 3:30 ഷോട്ടെങ്കിൽ ഇന്നലെ ഉച്ച മുതൽ പുള്ളി വെള്ളം കുടിക്കില്ല, വാട്ടർ കട്ട. ജീവിതത്തിനിടയില് കളിക്കാരനായിരുന്നു ഇതില്. ഈ ആടുജീവിതത്തിന് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി ടോർച്ചറിങ് യുവർ ബോഡി. അതുവരെ വെള്ളം കുടിക്കുമായിരുന്നു ഈ 72 hours. വാട്ടർ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നൈറ്റ് ഒരു 30 ml വോഡ്കയും കൂടെ, അതാണ് പുള്ളിയുടെ കൊടുക്കേണ്ടത്. കാരണം വോഡ്കയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉള്ള വാട്ടർ കൂടെ മൊത്തം ബോഡി നിന്ന് വലിയും. ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു എഫേർട്ട് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, അത് ഞാൻ ചെയ്തു. പക്ഷെ അതിനെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഭയമുണ്ടായി എന്നുള്ളത് സത്യം. പുള്ളി എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട്, ഷോട്ടിന് പുള്ളി ചേറി കൊണ്ടുവന്ന് ഈ മറ്റേ ഇതിൽ കൊണ്ടുവരുന്നില്ല, മഞ്ചലിൽ കൊണ്ടുവരുന്നില്ല, വേറെ ഒന്നുമില്ല. പക്ക അവിടെ പുള്ളി കൊണ്ട് നിർത്തുക, ആക്ഷൻ, ഷോട്ട് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് എണീക്കാനൊന്നും പറ്റില്ല, നമ്മൾ പൊക്കെ എണീപ്പിക്കണം. കേൾക്കുന്നവര് വിശ്വസിക്കുമോ എന്നെങ്കിലും ഓർക്കണ്ടേ? വിശ്വസിക്കണം, അവൻ പറഞ്ഞത് സത്യമാണ്. കാരണക്കാരൻ ഞാനും. ആ ഒരു സീനിന് വേണ്ടി മാത്രം ആ മനുഷ്യൻ അത്ര എഫേർട്ട് എടുത്തത്. ജീവൻ പോണ കേസാണ്. But all that mattered to him
was that story? The story of the story of ഞാനും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 118 കിലോ എന്നാണ് ഞാൻ 40 കിലോ എത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമാണ്. എന്നാലും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നീയെ പറഞ്ഞില്ല, പറയാൻ ഇതുവരെ ധൈര്യം വന്നില്ല. ഒരു മനുഷ്യൻ, ഒരു സംവിധായകൻ, ഒരു കലാകാരൻ അയാളുടെ ജീവിതത്തിലെ ഇത്രയും വലിയ കാലയളവ് മറ്റൊന്നും ചെയ്യാതെ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ഇത്രയെങ്കിലും ഞാൻ തിരിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു നടനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അത്രയും ട്രെയിൻഡ് ആയിരുന്നു പുള്ളി. അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞ് അന്നത്തെ ദിവസം ആ ഒരു ഷോട്ടേ ഉള്ളൂ. ആ ഷോട്ട് കഴിഞ്ഞ് അപ്പൊ തന്നെ പുള്ളി വണ്ടി എടുത്തിട്ട് നേരെ ആ ഷോട്ട് അങ്ങനെ എടുത്ത. ഇവ സാധാരണമാണ് ആളിലെ സമയം. വേറെ ഇവ രക്തത്തിലെയോ നരമ്പിലെയോ വേറെ ഏതോ ഒന്ന് ഊറിക്കിടക്ക്. എനിക്ക് ഈ സിനിമയിൽ എൻ്റെ ബോഡി കാണിക്കാൻ ആ ഒരു സീനേ ഉള്ളൂ. എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് ആ സീനിലാണ്. അതെനിക്ക് ബെസ്റ്റ് ആക്കണം. അതിൽ ആളുകളെ കയ്യടി മേടിക്കണം എന്നൊരു നടൻ തീരുമാനിച്ച് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആ നടൻ എന്ന നിലയ്ക്ക് അയാളുടെ സക്സസ് ആണ് കാണിക്കുന്നത്. ഒരാൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി ആൻ ആക്ടർ എന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആടുജീവിതമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എൻ്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ എപ്പോഴും ഐ ഹവ് ഓൾവേസ് ബീൻ എ വെരി ബിഗ് ഡ്രീമർ. സ്വപ്നം കാണാൻ ആർക്കും ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. നമുക്ക് എത്ര വലുതായിട്ട് വേണമെങ്കിൽ സ്വപ്നം കാണാം. ആൻഡ് ഐ ഫോളോഡ് ഇറ്റ് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. അതിനുള്ള മന്ത്രമൊക്കെ എനിക്കറിയാം. I will be an invisible man. ദേ മാഷിയുടെ കണ്ണ് നിറഞ്ഞു. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നമ്മേ, അതുകൊണ്ടാ ഞാൻ എന്തൊക്കെയോ. സാരമില്ല. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനോ കരഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ മരണമാസല്ല കൊല്ലമാസം. നിങ്ങളും മരണമാസല്ല കൊലമാസം. ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഐ പേഴ്സണലി എനിക്ക് ഫസ്റ്റ് തൊട്ടേ എനിക്കിപ്പോ എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത്രയും മേ ബി ആ ഒരു ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് ആ ഒരു ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ മീൻ ക്യാരക്ടർ വൈസ് ആയിക്കോട്ടെ, പേഴ്സണാലിറ്റി വൈസ് ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. മലയാളത്തിലുള്ള ഫേവറേറ്റ് നടനിൽ ഒരാളാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നീ ഇപ്പൊ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചത് പണ്ട് എന്താന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള പ്രോബ്ലം ആള് ഭയങ്കര അഹങ്കാരിയാണെന്നാണ്. ഇന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് അന്ന് സംസാരിച്ചിരുന്നത്. പക്ഷെ ആ സംസാരം വലിയൊരു അഹങ്കാരമായിട്ടാണ് ആള് കണ്ടിരുന്നത്. ഓ ഇവൻ ഇപ്പൊ തന്നെ ഇതിൽ കാണിക്കുന്നില്ലേ, 20 വർഷങ്ങൾക്ക് ശേഷം എന്താണെന്ന് ചോദിച്ചപ്പോ ആഗ്രഹം പറയുമ്പോ പിന്നെ ഒലത്തെന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിരുന്നു. പുതിയൊരു നടന്ന രീതിയിലോ ഇവനൊക്കെ എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ ചോദിച്ചു. ആള് ഹാർഡ് വർക്ക് കൊണ്ട് ചെയ്ത് കാണിച്ചപ്പോ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി. പക്ഷെ ഇപ്പത്തെ കാലത്ത് എത്രയോ നടന്മാരും നടിമാരും ഈ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്നു കാരണം തള്ളുന്ന കാണാം, അതിനൊക്കെ ട്രോൾ ഇറക്കുന്ന കാണാം അല്ലേ? പക്ഷെ അതുപോലെയല്ല ഇത്. വേറെ കുഴപ്പമുണ്ട്, ഇത് അംഗീകരിക്കാൻ ആളുകൾക്ക് ടൈം എടുത്തു. പിന്നെ അന്നത്തെ ഓഡിയൻസിന്റെ പ്രശ്നങ്ങൾ, ആ ഒരു കാലഘട്ടം മാറുന്നതനുസരിച്ച് ആളുകൾ അത് ഇയാളുടെ ഒരു ഇത് ഇയാളുടെ പ്രശ്നമല്ല, അത് അഹങ്കാരമല്ല, ഇയാളുടെ രീതി ഇതാണെന്ന് മനസ്സിലാക്കിയെടുത്താണ്. ഇപ്പൊ പൃഥ്വിരാജന്റെ ഒരു സമയത്ത് പറയണ്ടേ, ഞാൻ പ്രത്യേകിച്ച് ഒരു മാറ്റം ചെയ്തിട്ടില്ല. ഒരു പക്ഷെ പ്രേക്ഷകർ മാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞവർ മാറിയിട്ടുണ്ടാവാം. അത് അത്രേ ഉള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറയുന്ന ആളാണെന്ന് സുപ്രിയ പറയും, അത് വലിയ രീതിയിൽ കയറൊക്കെ ചെയ്തിട്ടുണ്ട്. സുപ്രിയനും ഇതിന്റെ പേരിൽ കുറെ ഇതാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. ഇന്ന് ഭയങ്കര ഹേറ്റേഴ്സിന്റെ സമയം. പുള്ളിക്കാരന്റെ സിനിമകൾക്ക് പോവുക, കല്ലെറിയുക, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, വലിയ വിവാദമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ ഈ വീഡിയോയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും 6 മിനിറ്റിൽ ഫുൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അല്ലെ. ഓരോ കട്ട്സ് കറക്റ്റ് ആക്കി വെച്ച് ഫുൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായാലും അടക്കി മൂവിയിലൂടെ ഇപ്പൊ ഈ കുറച്ചു കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സലാറായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വരാൻ പോണേ അല്ലാതെ കുറെ സിനിമ ഒന്നും പറയാനില്ലായിരുന്നില്ലേ, അമ്മാതിരി എത്തിച്ചു പുള്ളിക്കാരൻ. അതിപ്പോ ഇനിയിപ്പോ എമ്പുരാനും കൂടി ഇറങ്ങുമ്പോ എന്താവും, പിടിച്ചാ കിട്ടൂലേക്കനെ. ആടുജീവിതം 2 വരുന്ന ബ്ലസ്സി ഏതോ ഇതിൽ പറയേണ്ടത് 2 ചെയ്യാനുള്ള താല്പര്യ രീതിയിലൊക്കെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഒരു ഞാൻ പോസ്റ്റ് ആയിട്ട് കണ്ടാണ്. ആടുജീവിതം കണ്ടിട്ട് കുറച്ച് വഴി വിടുകയാണെങ്കിൽ അതിനെയും കുറെ ആൾക്കാർ അഹങ്കാരമായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തിനാ അഹങ്കാരം? അവരുടെ മനസ്സങ്ങനെ മനസ്സിലാക്കി അത് എന്താ പറയുക, സിനിമ കണ്ട ആളിന് ഒരു സീൻ ഉണ്ട് ഇതിൽ, ആ സീൻ കാണുമ്പോൾ മനസ്സിലാവും. വീട്ടിൽ ചെന്നിട്ട് അയാളെ അനുമോദിക്കാൻ പ്രത്യേകം ഒന്ന് കാണണം എന്നാ പറഞ്ഞു. നെഗറ്റീവ് അടിച്ച ആൾക്കാരുണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. പക്ഷെ അതാ പറഞ്ഞത്, ഈ വീഡിയോയിൽ തന്നെ മാക്സിമം ഒരു 6 മിനിറ്റ് ഉൾപ്പെടുത്താൻ പി കെ ട്രോൾ ആയിട്ടുണ്ട്. അതാ പി കെ ട്രോളിന്റെ വിജയം.
നല്ല വീഡിയോ, കിടിലൻ വീഡിയോ, കറക്റ്റ് കട്ട്സ്. എന്തായാലും പൃഥ്വിരാജ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പാൻഡൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ദുൽഖറൊക്കെയാണ് ഭയങ്കര പാൻഡനായി കിടക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നടനാണ് പൃഥ്വിരാജ്. മലയാള സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു നടനാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ